സംസ്ഥാനത്ത് 9 വർഷക്കാലം കൊണ്ട് അടിസ്ഥാന വികസന മേഖലയിൽ വൻ കുതിപ്പാണ് നടക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി എ മുഹമ്മദ് റിയാസ് അഭിപ്രായപ്പെട്ടു. മുക്കം പാലം, മുക്കം നഗരം പരിഷ്കരണ പ്രവൃത്തി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ മികച്ച പാലങ്ങളും കെട്ടിടങ്ങളും മേൽപ്പാലങ്ങളും സാധ്യമായി. തുരങ്ക പാത നിർമ്മാണം തുടങ്ങിക്കഴിഞ്ഞു. മലയോര മേഖലകളെ ബന്ധിപ്പിക്കുന്ന 2 സംസ്ഥാന പാതകൾ ഒരുങ്ങുകയാണ്. വാഹന സാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് മുക്കത്തെ ഗതാഗതം സുഖകരമാക്കുന്നതിന്റെ ലക്ഷ്യത്തോടെയാണ് രണ്ടാമത് പാലം നിർമ്മിക്കാൻ തീരുമാനമെടുത്തത്. 7,25,00,000 രൂപയാണ് അനുവദിച്ചത്. മുക്കം നഗരം സൗന്ദര്യവൽക്കരണത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. ഇതിനായി 4,08,00,000 രൂപയാണ് അനുവദിച്ചത്. മുക്കം നഗരത്തിലെ 7 റോഡുകൾ നവീകരിക്കുകയാണ്. എസ്.കെ. പാർക്കും നവീകരിക്കും. 2 പദ്ധതികളുടെ വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതോടെ മുക്കത്തിന്റെ മുഖച്ഛായ തന്നെ മാറുകയായി മന്ത്രി പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ മുക്കം പുതിയ പാലത്തിന്റെയും മുക്കം നഗര സൗന്ദര്യവൽക്കരണത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി അറിയിക്കുകയാണ്. വാഹന സാന്ദ്രത വർദ്ധിച്ചു വരുന്ന കാലത്ത് മുക്കത്തെ ഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രണ്ടാമത് ഒരു പാലം നിർമ്മിക്കുന്നതിന് തീരുമാനമെടുത്തത്. ഇതിനായി 7,25,00,000 രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. മുക്കത്തെ റോഡുകൾ വികസിച്ചു കഴിഞ്ഞു. അതിനനുസരിച്ച് പാലവും വേണം. എങ്കിൽ മാത്രമേ തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുവാൻ കഴിയൂ. അതിലേക്കുള്ള പ്രധാന ചുവടുവെപ്പാണ് പുതിയ പാലം. അതോടൊപ്പം മുക്കം ടൗൺ സൗന്ദര്യവൽക്കരണം 2ാം ഘട്ടം ആരംഭിക്കുകയാണ്. മുക്കം ടൗണിൽ നടപ്പിലാക്കിയ ആദ്യഘട്ട പദ്ധതി വലിയ തോതിൽ ശ്രദ്ധ ആകർഷിച്ചതാണ്. അതിൻ്റെ 2ാം ഘട്ടത്തിനു വേണ്ടി 4.8 കോടി രൂപയാണ് അനുവദിച്ചത്. മുക്കം ടൗണിലെ 7 റോഡുകൾ മനോഹരമായി നവീകരിക്കുകയാണ്. മുക്കം എസ്.കെ. പാർക്ക് നവീകരണവും ഈ പദ്ധതിയുടെ ഭാഗമായി നടക്കും. വളർന്നു വരുന്ന ടൗൺ എന്ന നിലയിൽ മുക്കത്തെ നഗര റോഡുകളുടെ വികസനമാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയും സമയബന്ധിതമായി പൂർത്തീകരിക്കപ്പെടണം. 2 പദ്ധതികളും മുക്കത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളായി മാറും. ഈ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നേതൃത്വപരമായി ഇടപെട്ട നിങ്ങളുടെ MLA ശ്രീ ലിൻഡോ ജോസഫിനെയും മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരെയും അഭിനന്ദിക്കുന്നു. ലിൻഡോ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കോടികളുടെ വികസനമാണ് മുക്കം നഗരസഭയിലും മണ്ഡലത്തിലും സർക്കാർ പദ്ധതികളിലൂടെ നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നിന്നിരുന്ന മരങ്ങളെല്ലാം മുറിച്ച് വീതി കൂട്ടി ആധുനികമായ നിലവാരത്തിലേക്ക് നമ്മുടെ ബൈപ്പാസ് റോഡ് നിർമ്മിക്കുകയാണ്. 5 കോടി രൂപ മുടക്കിയാണ് ആ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം നമ്മൾ പൂർത്തീകരിക്കുന്നത്. തിരുവമ്പാടിയിൽ നിന്നും കൂടരഞ്ഞിയിൽ നിന്നും വരുന്ന ആളുകൾക്ക് ഒരു മോശപ്പെട്ട അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഭാഗമായിരുന്നു നമ്മുടെ വെന്റിവയ്പ് പാലം മുതൽ നമ്മുടെ മുക്ക് വരെയുള്ള ജംഗ്ഷനിലെ റോഡ്. ആ റോഡും ഇതിനോടകം തന്നെ നമുക്ക് നവീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. മുക്കവും പരിസര പ്രദേശങ്ങളും എടുത്തു പരിശോധിച്ചാൽ ധാരാളം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്താകെ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്നു എന്നത് ഏറെ ശ്രദ്ധയോടുകൂടി കാണേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു ഗവൺമെന്റ് ഒരു പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരത്തിൽ ഉണ്ടാവുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനമായി ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം മാറുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ PT ബാബു, അഡ്വക്കേറ്റ് KP ചാന്ദിനി, പ്രജിത പ്രദീപ്, KT ബിനു, M മധു, AM അബൂബക്കർ, TK സാമി, ടാർസൺ ജോസഫ്, PD ജോസഫ്, CT ജയപ്രകാശ്, KK ബാബ, ആലി അബൂബക്കർ, റഫീഖ് കക്കാട്, KT ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ് സ്വാഗതവും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VK ഹാഷിം റിപ്പോർട്ടും സമർപ്പിച്ചു. വർണ്ണാഭമായ ഘോഷയാത്രയും അരങ്ങേറി. ഉണ്ണിച്ചക്കു, ടുഡേ ന്യൂസ്, മുക്കം.